പ്രമുഖ അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകൻ ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്ന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. കൊലപാതകത്തിന് ശേഷം പ്രതിയായ 23-കാരൻ ടൈലർ റോബിൻസൺ തന്റെ അപ്പാർട്ട്മെന്റിലെത്തി കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തിയതായി മുൻ റൂംമേറ്റും പങ്കാളിയുമായ ലാൻസ് ടിങ്സ് കോടതിയിൽ സാക്ഷ്യപ്പെടുത്തി. ഞാനത് ചെയ്യാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്ന് റോബിൻസൺ തന്നോട് പറഞ്ഞതായാണ് ടിങ്സിന്റെ വെളിപ്പെടുത്തൽ. യൂട്ടാ കോടതിയിൽ നടക്കുന്ന പ്രാഥമിക വാദത്തിനിടയിലാണ് കേസിൽ വഴിത്തിരിവായേക്കാവുന്ന ഈ വിവരങ്ങൾ പ്രോസിക്യൂഷൻ പുറത്തുവിട്ടത്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഈ കേസിൽ വിചാരണ തുടരാൻ ആവശ്യമായ തെളിവുകളുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിനാണ് ഈ ആഴ്ച കോടതി വാദം കേൾക്കുന്നത്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയും ടേണിംഗ് പോയിന്റ് USA എന്ന യുവജന സംഘടനയുടെ സ്ഥാപകനുമാണ് കൊല്ലപ്പെട്ട 31-കാരനായ ചാർലി കിർക്ക്. 2 കുട്ടികളുടെ പിതാവാണ് ഇദ്ദേഹം. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ചാർലി കിർക്കിന് കഴുത്തിൽ വെടിയേറ്റത്. പ്രതിയായ ടൈലർ റോബിൻസൺ ഒരു ഇലക്ട്രീഷ്യനായി ജോലി നോക്കിയിരുന്നു. ഇയാൾക്ക് തീവ്രമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നിരന്തരം രാഷ്ട്രീയ റേഡിയോ ഷോകൾ കേൾക്കാറുണ്ടായിരുന്നുവെന്നും റൂംമേറ്റ് വെളിപ്പെടുത്തി. ചാർലി കിർക്കിനോടുള്ള രാഷ്ട്രീയപരമായ വെറുപ്പാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സൂചന. തന്റെ വെറുപ്പ് അതിരുകടന്നുവെന്നും ചില വെറുപ്പുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നും റോബിൻസൺ ടിങ്സിനയച്ച സന്ദേശത്തിൽ പറയുന്നു. കൊലപാതകം നടന്ന ദിവസം പുലർച്ചെ 4 മണിക്ക് തന്നെ റോബിൻസൺ വീട്ടിൽ നിന്നിറങ്ങിയിരുന്നു. ദൂരെയുള്ള എന്തോ ജോലിക്ക് പോയതാണെന്ന് റൂംമേറ്റ് കരുതിയത്. എന്നാൽ കൊലപാതകത്തിന് ശേഷം റോബിൻസൺ ടിങ്സിന് ഒരു കുറിപ്പും സന്ദേശവും അയച്ചു. കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു: ചാർലി കിർക്കിനെ ഇല്ലാതാക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു, ഞാനത് വിനിയോഗിച്ചു. ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഈ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ. ടിങ്സ് ഫോണിലൂടെ നീയല്ല ഇത് ചെയ്തത് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ്, ക്ഷമിക്കണമെന്നായിരുന്നു റോബിൻസന്റെ മറുപടി. കൊലപാതകത്തിനുപയോഗിച്ച ബോൾട്ട് ആക്ഷൻ റൈഫിളിന്റെ ചിത്രങ്ങളും പ്രതിയുടെ വീട്ടിൽ നിന്നും സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത വെടിയുണ്ടകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. വെടിയുണ്ടകളിൽ ഫാസിസ്റ്റ്, ഇത് വായിച്ചാൽ നീ സ്വവർഗ അനുരാഗിയാണ് എന്നിങ്ങനെയുള്ള വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമായി വെടിയുണ്ടകളിൽ ലിഖിതങ്ങൾ കൊത്തിവെക്കുന്നതിനായി പ്രതി മാസങ്ങൾക്ക് മുൻപ് ഒരു കൊത്തുപണി ഉപകരണം വാങ്ങിയിരുന്നതായി റൂംമേറ്റ് കോടതിയെ അറിയിച്ചു. കൂടാതെ സംഭവ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത തോക്ക്, സ്ക്രൂ ഡ്രൈവർ, ടവൽ എന്നിവയിൽ നിന്നും റോബിൻസന്റെയും ടിങ്സിന്റെയും DNA സാന്നിധ്യം FBI കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ശേഷം തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയെത്തിയ പ്രതി അടുത്ത ദിവസം വൈകിട്ടോടെ മാതാപിതാക്കൾക്കൊപ്പം വാഷിംഗ്ടൺ കൗണ്ടി ഷെരീഫ് ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. കോടതി നടപടികൾ കേൾക്കാൻ ചാർലി കിർക്കിന്റെ വിധവ എരിക്ക കിർക്ക്, മാതാപിതാക്കൾ എന്നിവരും ഡൊണാൾഡ് ട്രംപ് ജൂനിയറും എത്തിയിരുന്നു. പ്രതിഭാഗത്തു നിന്നും റോബിൻസന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കോടതിയിൽ ഹാജരായിരുന്നു. മകന്റെ കുറ്റസമ്മത സന്ദേശങ്ങൾ കോടതിയിൽ വായിച്ചു കേട്ടപ്പോൾ പ്രതിയുടെ അമ്മ നിയന്ത്രണം വിട്ടു കരഞ്ഞു. കേസിലെ പ്രാഥമിക വാദങ്ങൾ കോടതിയിൽ തുടരുകയാണ്.